പ്ലസ് ടുവിന് ശേഷമുള്ള എൻട്രൻസ് എക്സാമുകളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജോബി സാർ, വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം UGEEക്കാണ്. അതുപോലെ തന്നെ ISI കുറിച്ച് ചോദിച്ചവരുണ്ട്, CMI കുറിച്ച് ചോദിച്ചവരുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു 3 എക്സാമുകളെ ഡിസ്കസ് ചെയ്താലോ? തീർച്ചയായിട്ടും. കാരണം ഒരുപക്ഷെ ISIയുടെയും CMIയുടെയും എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. UGEE ഉടൻ തന്നെ എക്സാം ഡേറ്റ് വരാൻ സാധ്യത. കാരണം JEEന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞല്ലോ. സാധാരണ അവർ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോഴാണ് ഈ UGEEയുടെ ഡേറ്റും അതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനൊരു റിക്വയർമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് JEEനും JEE അഡ്വാൻസ്ഡിനും പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതിനൊപ്പം ഒരുപക്ഷെ ചില കാറ്റഗറി വിദ്യാർത്ഥികൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് IIIT. അതും ഈ പറയുന്ന IIIT ഹൈദരാബാദിലേക്ക് വരുമ്പോൾ സാർ, അത്രമാത്രം മികച്ചതാണോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്? തീർച്ചയായിട്ടും. IIIT ഹൈദരാബാദ് 2023-24 വർഷങ്ങളിലെയൊക്കെ നമ്മൾ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്ലേസ്മെൻറ്റ് പാക്കേജ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് IIIT ഹൈദരാബാദിലാണ്. IIT ബോംബെയുടെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് വേണം എന്ന താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരു കോഡിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് കോഡിംഗ് കൾച്ചറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ഹാക്കത്തോൺസിലും മറ്റ് കോഡിംഗ് കോമ്പറ്റീഷൻസിലും ഗൂഗിളിൻ്റെ ഒക്കെ കോഡിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ വിൻ ചെയ്യാറുള്ള വിദ്യാർത്ഥികൾ ഈ IIIT ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് JEE വഴിയാണ് 4 ഇയർ BTech പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ. JEE വഴിയാണ്. അതാണെങ്കിലും നമുക്കറിയാം ടോപ്പ് NIT, നമ്മുടെ ടോപ്പ് NITയിലെ ടോപ്പ് ബ്രാഞ്ച് നമുക്ക് പറയാവുന്നത് NIT ട്രിച്ചിയിലെ CS ആണ്. അതിന് വേണ്ട ട്രിച്ചിയിലെ CS-ഉം ഈ IIIT ഹൈദരാബാദിലെ 4 ഇയർ BTech പ്രോഗ്രാമും അത് ഏകദേശം ഒരേ ലാസ്റ്റ് റാങ്കാണ് സാധാരണ നമ്മൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ JEE നന്നായിട്ട് പെർഫോം ചെയ്തൊരു വിദ്യാർത്ഥി JEE അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആയില്ലെങ്കിൽ, ആദ്യം ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപക്ഷെ ഈ പറയുന്ന IIIT ഹൈദരാബാദ്. 1200 താഴെ റാങ്കൊക്കെ വന്നെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ CS-ലേക്ക് വരത്തുള്ളൂ. അതൊരു 2000 റേഞ്ചിലേക്കൊക്കെ അവിടെ കൊണ്ടൊക്കെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അത് കൂടാതെ അവിടെയുള്ള മറ്റൊരു പ്രോഗ്രാമാണ് 5 ഇയർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുണ്ട് IIIT ഹൈദരാബാദ്. അത് ഒരു റിസർച്ച് ഓറിയൻറ്റേഷനുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ആ പ്രോഗ്രാം BTech MS ആണ്, മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ആണ്. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടി IIIT ഹൈദരാബാദ് തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച UGEE എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഈ UGEEയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, JEE ആണ് കൂടുതൽ കുട്ടികളും ആഗ്രഹിക്കുന്ന 4 ഇയർ ആണ്. കാരണം BTechന് ശേഷം നല്ലൊരു ഓപ്ഷനിലേക്ക് വരും. പക്ഷേ അതിനപ്പുറം റിസർച്ചിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ പുതിയ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് വർക്കുകളൊക്കെ താല്പര്യമുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. ഇതും 5 ഇയർ പ്രോഗ്രാമാണ്. ഏകദേശം ഒരു 4 ലക്ഷം രൂപ ഫീസ് വരുന്നുണ്ട്. പിന്നെ ഒരു 1 ലക്ഷത്തോളം ബാക്കി എക്സ്പെൻസ് നമുക്കാണ്. ഒരു 5 ലക്ഷം രൂപ ഉറപ്പിക്കാം പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. പക്ഷേ ലോൺ ഫെസിലിറ്റി, യാതൊരു കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യമില്ലാതെ SBI ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, യാതൊരു പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഒരു കുട്ടിയും പഠിക്കാതിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാ അവസരവും ഉണ്ട്. പെൺകുട്ടികൾക്ക് 25% റിസർവേഷൻ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു UGEE എക്സാമിനേഷൻ എന്ന് പറയുമ്പം അതിന് 2 പേപ്പേഴ്സാണ് ഉള്ളത്. 2 പേപ്പർ, അത് രണ്ടും 50 ക്വസ്റ്റ്യൻ വീതമാണ് ഉള്ളത്. 50 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ പേപ്പർ സബ്ജക്റ്റ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന പേപ്പറാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റിനെ സംബന്ധിച്ച് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് പേപ്പർ 1, സബ്ജക്റ്റ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പേപ്പർ 1 ഓരോ മാർക്കാണുള്ളത്. അപ്പോൾ 50 മാർക്ക് കുട്ടിക്ക് മാക്സിമം സ്കോർ ചെയ്യാം. 0.25 നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. അങ്ങനെയാണ്. ഇനിയുള്ളത് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. റിസർച്ച് എത്രമാത്രം താല്പര്യമുണ്ട്. അതിൻ്റെ പ്രത്യേകത, ഇത് 2 മണിക്കൂർ എക്സാമാണ്. ആദ്യത്തെ 1 മണിക്കൂറാണ്. ആകെ 3 മണിക്കൂറാണുള്ളത്. അല്ല, ആദ്യം നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് പ്രൊഫിഷ്യൻസി 1 മണിക്കൂറേ ഉള്ളൂ. ഇത് 2 മണിക്കൂർ എക്സാമിനേഷൻ ഉണ്ട്. 50 ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ 50 × 2 100 മാർക്കുണ്ട്.
അതായത് കൂടുതൽ പ്രൊപ്പോർഷനും അവിടെയാണ് വരുന്നത്. അത് തന്നെയുമല്ല, ആദ്യത്തെ പേപ്പർ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഒരു ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരു മിനിമം സ്കോറ് കിട്ടിയെങ്കിൽ മാത്രമേ സെക്കൻഡ് പേപ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു പേപ്പറിൻ്റെ വാല്യുവേഷൻ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മിനിമം സ്കോർ ആദ്യത്തിന് കിട്ടാത്തവരെ അവിടെ തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തേത് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ്റെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് വലിയ പ്രയോറിറ്റി ഇല്ല. ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അത് അവർ അതിനകത്ത് മുമ്പിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഇത് കഴിഞ്ഞ് ഈ ഇപ്പം 150 സ്കോർ ആയല്ലോ, ഇനി ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു കുട്ടിയും ഈ UGW പ്രോഗ്രാമിൽ എക്സാം വഴി അഡ്മിഷൻ നേടുന്നില്ല. ഇന്റർവ്യൂ ബേസ്ഡ് പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ ഇന്റർവ്യൂവിന് ഇത്ര പ്രാധാന്യം നൽകുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർവ്യൂ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇന്റർവ്യൂവിലും ചെക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെവലിൽ കുട്ടിക്ക് എന്തറിയാം എന്നുള്ളത്. പ്രത്യേകിച്ച് ഫിസിക്സ് ആയും നമുക്കറിയാം, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ ഫിസിക്സ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത്, ഓൺലൈനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റ് പ്രൊഫഷ്യൻസിക്കും അപ്പുറം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ടെസ്റ്റാണിത്. ഇത് ഇൻ്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഫസ്റ്റ് ഓരോ ആദ്യം ഒരു ലെവലുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് സീറ്റുകളുണ്ടെങ്കിൽ വീണ്ടും അടുത്ത അങ്ങനെയാണ് രീതിയിലാണ് കാണുന്നത്. സാർ, ഇപ്പോൾ 2 ചോദ്യങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഒരു ജെയ്മെയിൻ കാറ്റഗറിയിൽ വരുന്ന ഒരു 4 വർഷത്തെ BTech പ്രോഗ്രാമിനാണോ അതോ ഈ UGW വരുന്ന 5 വർഷ പ്രോഗ്രാമിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? 4 വർഷത്തെ BTech പ്രോഗ്രാമിനാണ് കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ 4 വർഷമാണ്. അത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് IIIT ഹൈദരാബാദുമാണ്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന 4 വർഷം കഴിയുമ്പോൾ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടി നാഷണൽ ലെവലോ ഇൻ്റർനാഷണൽ ലെവലിലോ ഉള്ള ഒരു ടെക് കമ്പനിയിലോ ഒക്കെ കയറുക എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. സാർ, ഇനി ഇതിൻ്റെ ഒരു അലോട്ട്മെന്റിലേക്ക് വരുമ്പോൾ അഡ്മിഷൻ കിട്ടിയ ബാക്കി പ്രൊസീജിയർ ജോസ അലോട്ട്മെന്റ് വഴിയാണോ അതോ IIITക്ക് വേറെ പ്രൊസീജിയർ വല്ലതും ഉണ്ടോ? ജോസയായിട്ട് യാതൊരു ബന്ധവുമില്ല. BTech പ്രോഗ്രാമിനാണെങ്കിലും 4 ഇയർ BTechനാണെങ്കിലും നമ്മുടെ JEE-ന്റെ നമുക്കറിയാം റാങ്ക് വരും. അതായത് 2 ഏപ്രിൽ നടക്കുന്ന എക്സാമിന് ശേഷം 18 ഏപ്രിൽ 18-ാം തീയതിയോട് കൂടി റാങ്ക് പ്രസിദ്ധീകരിക്കുമല്ലോ. അതിനുശേഷം ഇവരുടെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അത് ജോസയുടെ അലോട്ട്മെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ പ്രൊസീജിയറും നടക്കുന്നത്. എല്ലാ പ്രൊസീജിയറും സെപ്പറേറ്റ് ആണ്. ഇത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഓക്കെ. അപ്പോൾ ജോസയായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. സർ, ശരിക്കും ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപക്ഷെ IIT-യേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് CMI. സർ, ശരിക്കും ഇത്രമാത്രം ബ്രാൻഡ് വാല്യൂ നമുക്ക് CMIക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? CMI മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് അതൊരു വേൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും US-ലും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏകദേശം ഈക്വലായിട്ട് തന്നെയുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMI. കാരണം CMIയിൽ നമുക്കറിയാം അവിടെ ഉള്ളത് 2 പ്രോഗ്രാംസാണ് UG ലെവലിലുള്ളത്. അവിടെയുള്ള BS 3 ഇയർ പ്രോഗ്രാമാണ്. BSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സും ആണുള്ളത്. ഇതിന് ശേഷം പല കുട്ടികളും ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലാണ് അവരുടെ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നല്ലൊരു സൂചനയാണ്. തന്നെയല്ല, ഇവർക്ക് ഒരു കൊളാബറേഷനുണ്ട് ഫ്രാൻസിലെ ENS ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്. ENS എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 11 നോബൽ ലോറേറ്റേഴ്സ് ഉണ്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ BSc പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് 3rd ഇയറിൽ ENS-ൽ ഇൻറ്റേൺഷിപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ കുട്ടികൾ പോയി ചെയ്യുന്നു. അതൊക്കെ വലിയൊരു എക്സ്പോഷറാണ്. ഒരുപക്ഷെ നമ്മുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറൊക്കെ വരുമ്പം IIT ബോംബെയും IIT മദ്രാസും ഒക്കെ കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണ് അത് കളഞ്ഞിട്ട് ഈ ഒരു CMI ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് പൂർണ്ണമായും ശരിയായ ഒരു നടപടി തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലതിനാണ്. കാരണം IIT ബോംബെയിലും IIT മദ്രാസിലും ഒക്കെ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ CMI കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ നിന്ന് 3-4 ഉള്ളൂ മാക്സിമം. പോലും 2-3 ഒക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ മാത്സ് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയായിരിക്കണം. നമ്മളിപ്പം നമ്മൾ ഈ CMI എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന വളരെ റെപ്യൂട്ടേഷനുള്ള ഒരുപാട് കോർപ്പറേറ്റ് ഫണ്ടുകൾ കിട്ടുന്നുണ്ട്.
ഗവൺമെൻറ് ലെവലിലുള്ള ഫണ്ടുകളും വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ എല്ലാ രീതിയിലും നന്നായിട്ട് പോകുന്നു. തന്നെയുമല്ല നമ്മൾ പറഞ്ഞ പോലെ കൊളാബറേഷൻ ഉണ്ട്. ഫീസ് സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ഉയർന്ന ഫീസ് സ്ട്രക്ചറാണെന്ന് പറയാം. കാരണം 1.25 ലക്ഷം രൂപ പെർ സെമസ്റ്റർ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ അവിടെ പകുതിയിൽ കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, നല്ല ഫീ വേവിയർ കൊടുക്കാനും സ്കോളർഷിപ്സ് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. നല്ലപോലെ ഫണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. തന്നെയല്ല നമ്മുടെ IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് വരുന്നു, TIFR എന്നുള്ളത് വരുന്നു, ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സാർ, ഇനി ഒരു അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ എക്സാമിനെ കുറിച്ചും അതിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചും പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ ഒരു സാഹചര്യത്തിൽ? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ജെയ് അഡ്വാൻസ്ഡിനേക്കാളും ടഫാണ്. അതിനേക്കാളും ടഫാണ്. കാരണം ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 2 പേപ്പറുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. ഓക്കെ. 2 പേപ്പർ ഉണ്ട്. 3 മണിക്കൂർ എക്സാമാണുള്ളത്. ഈ പേപ്പർ 1ൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. പേപ്പർ 1ൽ 10 ക്വസ്റ്റ്യൻ, 4 മാർക്ക് വീതം. ഡിസ്ക്രിപ്റ്റീവാണ്. സബ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റീവ് ഇല്ല. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതമുള്ള 10 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അതിലൊരു കട്ട് ഓഫ് ഒരു 20 റേഞ്ച് കിട്ടിയാൽ മതിയാവും. ഞാനിത് ഇതിന് കട്ട് ഓഫ് എന്ന് പറയാൻ കാരണം ഈ പേപ്പർ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ സെക്കൻഡ് പേപ്പർ വാല്യുവേഷൻ ഉള്ളൂ. അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ 10 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനാണ്. 10 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ 60 മാർക്ക്. അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ 6 ക്വസ്റ്റ്യനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ വലിയ കാര്യമാണ്. അതൊരു കട്ട് ഓഫ് ലെവലിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്രയും ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ഒരു എക്സാമിനേഷനാണ്. ജെയ് അഡ്വാൻസിനേക്കാളും കോൺസെപ്റ്റുകൾ വളരെ ഡെപ്തിൽ അറിയുന്ന കുട്ടികൾക്കുള്ളതാണ്. മാത്സ് നന്നായിട്ട് ഇഷ്ടമുള്ള കുട്ടികൾ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് മാത്രമാണ്. മാത്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എക്സാമിന് മാത്സ് ആണുള്ളത്. പക്ഷെ അതിനുശേഷം ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും പഠിക്കാൻ അവസരങ്ങളുണ്ട്. ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസും പഠിക്കാൻ അവസരങ്ങൾ. മാത്സിന്റെ ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ ഉള്ളതാനും. പിന്നെ ഒളിമ്പിയാഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഡയറക്റ്റ് അഡ്മിഷൻ. ഇന്റർവ്യൂ ഇല്ല ഇവിടെ. ഇന്റർവ്യൂ ഇല്ല. ആ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ IIT ഹൈദരാബാദ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്റർവ്യൂ ഇല്ല. ഒളിമ്പിയാഡ് ക്വാളിഫയർ, അത് മാത്സിനും ഉണ്ട്, അതുപോലെ അസ്ട്രോണമിയും ഉണ്ട്, ഫിസിക്സിലും ഉണ്ട്. ക്വാളിഫയർ 3 ഇവിടെ മാത്സിലാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അവർ ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കുന്ന ചാനലുണ്ട് അവിടെ. സാർ, ഇനി ISIയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഏറ്റവും ക്രീമിയിലേറി കാണുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ISIയും. സാർ, എന്തൊക്കെയാണ് ISIയുടെ പ്രത്യേകതകൾ? ISIയിൽ നമുക്ക് UG പ്രോഗ്രാംസ് 2 ഉള്ളത്. ഓക്കെ. 2 ഇപ്പം നമുക്ക് വേണമെങ്കിൽ 3 പറയാം. കാരണം ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന പുതിയ ഒരു 4 ഇയർ BS പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അത് 1 ഇയറും കൂടെ വെയിറ്റ് ചെയ്താൽ 5 ഇയർ മാസ്റ്റേഴ്സ് ആയിട്ട് കിട്ടും. അതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് വേണ്ടത് ഒന്നുകിൽ JEE മെയിൻ സ്കോറാണ് 2024-ലോ 2025-ലോ 2 വർഷത്തെ എടുക്കും. അല്ലെങ്കിൽ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ അത് 2024-ലോ 2025-ലോ. അതെന്താണ് അങ്ങനെ 2 വർഷം എടുക്കാനുള്ള ഒരു റീസൺ? CUETക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന്. കാരണം ഇന്ത്യ നടത്തുന്ന എക്സാമാണ് CUET. അപ്പോൾ അതിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. കാരണം ഡാറ്റാ സയൻസ് പ്രോഗ്രാം നടത്താൻ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടും ISI തന്നെയാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൻ്റെ ബേസ് ആയിട്ട് വരും. അതുകൊണ്ട് വളരെ നല്ല പ്രോഗ്രാമാണ്. അപ്പോൾ JEE മെയിൻ ഉള്ള എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു രീതിയിലുള്ള അഡ്മിഷൻ അവിടെ ഉണ്ട്. പക്ഷേ ISIയുടെ അഡ്മിഷൻ ടെസ്റ്റ് വഴി ഈ ഒരു കോഴ്സിലേക്ക് മാത്രം അഡ്മിഷൻ ഇല്ല. ISI അഡ്മിഷൻ ടെസ്റ്റ് വഴി കിട്ടുന്നത് B മാത്തും 3 ഇയർ, അതുപോലെ B സ്റ്റാറ്റ്. B മാത്ത് ബാംഗ്ലൂരും B സ്റ്റാറ്റ് ISI കൊൽക്കത്തയിൽ. ആ 2 പ്രോഗ്രാമിനാണ് അഡ്മിഷൻ കിട്ടുന്നത്. സാർ, ഇതിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? എൻട്രൻസ് എക്സാം നമ്മൾ പറയുമ്പോൾ എൻട്രൻസ് എക്സാമും ഇൻ്റർവ്യൂവും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻ്റർവ്യൂവിനും പ്രയോറിറ്റി ഉണ്ട്. എൻട്രൻസ് എക്സാം നേരത്തെ സൂചിപ്പിച്ച CMI ഒക്കെ പോലെ തന്നെ 2 ലെവലുണ്ട്. പക്ഷേ ഇവിടെ 1 MCQ ആണ് ആദ്യത്തേത്. മറ്റേ നേരത്തെ പറഞ്ഞ 2ഉം സബ്ജക്റ്റീവ് ആയിരുന്നു. ഇവിടെ 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, രണ്ടാമത്തെ പേപ്പറാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ട് പറയാം. അപ്പോൾ MCQവിൻ്റെ നമുക്ക് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 30 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതം കറക്റ്റ് ആൻസർ. റോങ് ആൻസറിന് 0 മാർക്ക്.
അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് നെഗറ്റീവ് ഇല്ല എന്ന് നമുക്ക് പറയത്തില്ല. ഇവിടുത്തെ പ്രത്യേകത റോങ്ങിന് 0 ആണെങ്കിലും അൺഅറ്റംപ്റ്റഡിന് 1 മാർക്കുണ്ട്. ഓ, അതൊരു പുതിയൊരു അറ്റംപ്റ്റ് ആണല്ലേ? പുതിയൊരു അറ്റംപ്റ്റ് ആണ്, അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മിനിമം കട്ട് ഓഫ് ഉള്ള ആൾക്ക് അടുത്ത സബ്ജക്റ്റീവിലേക്ക് വല്ല വാല്യുവേഷൻ ഉള്ളൂ. അത് നമ്മൾ 8 ക്വസ്റ്റ്യൻ 10 മാർക്ക്, ഒരു ക്വസ്റ്റിന് 10 മാർക്ക് വെച്ച് വരും. ഡിസ്ക്രിപ്റ്റീവ് ആണ്. 8 × 10 80, ഇത് 120, അങ്ങനെ 200 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ദെൻ ഇന്റർവ്യൂവിൻ്റെ ബേസിലാണ് അതിൻ്റെ ഞങ്ങളുടെ ഇന്റർവ്യൂ പരിഗണിച്ചിട്ട് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അഡ്മിഷൻ നടക്കുന്നത്. അവിടെയും ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഉള്ളൂ INMO ക്വാളിഫയേഴ്സിന് ഇന്റർവ്യൂ മാത്രമേ, ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ ഇല്ലാതെ ആർക്കും അഡ്മിഷൻ ഇല്ല. അവരെ ടെസ്റ്റ് വേവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, അങ്ങനെ അഡ്മിഷൻ ഉണ്ട്. ഈ ISAയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫീസേ ഇല്ല. തന്നെയുമല്ല, നമുക്കൊരു 5000 രൂപ മാസം സ്റ്റൈപ്പൻഡ് കിട്ടും, വർഷം 20,000 രൂപ കണ്ടിൻജൻസി കിട്ടും. ഹോസ്റ്റൽ ഫീസ് കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും. 300 രൂപയാണ് ഫീസ്, ഫുഡ് എല്ലാം ഉൾപ്പെടെ മന്ത് 300 രൂപയാണ് ഹോസ്റ്റൽ ഫീ ഉള്ളത്. അങ്ങനെ ഏറ്റവും നോമിനലായിട്ട് പഠിക്കേണ്ട കുട്ടികൾക്ക്, ആഗ്രഹിക്കുന്ന മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന പാക്കേജ് വളരെ ഉയർന്ന പാക്കേജാണ്. CMAയെക്കാളും ഉയർന്ന പാക്കേജാണ് ഒരു പക്ഷേ ISAയിൽ പലപ്പോഴും. CMAയിൽ കുട്ടികൾ പലപ്പോഴും റിസർച്ചിലേക്കും ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോയി കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട്, കാരണം ഇവിടെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ വളരെ ഉയർന്ന പാക്കേജിലെ കുട്ടികൾക്ക് പ്ലേസ്മെന്റുകൾ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സബ്ജക്ട് വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഫിസിക്സും മാത്സും അല്ലേ വരുന്നത്? പൂർണ്ണമായും കമ്പ്യൂട്ടർ സയൻസിന് അത്ര പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നില്ലല്ലോ. ഇല്ല, ഡാറ്റാ സയൻസിന്റെ പ്രോഗ്രാം വേറെ ഉണ്ട്. മാത്സ് ആണ് ഇവിടെയും ഇമ്പോർട്ടൻസ്. ബി സ്റ്റാറ്റ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം, പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ മാത്തമാറ്റിക്സിലുള്ള എബിലിറ്റിയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ആ രീതിയിലാണ്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു IITയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊക്കൊപ്പം പ്ലേസ്മെന്റ് ഒരു മാത്സും ഫിസിക്സും അല്ലെങ്കിൽ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നു. അതിലും ബെനിഫിഷ്യലാന്ന് പറയാം, കാരണം 3 ഇയർ പ്രോഗ്രാമാണിത്. പലപ്പോഴും IITയിൽ നിന്ന് കിട്ടുന്നതിൽ ഉയർന്ന പ്ലേസ്മെന്റ് കിട്ടാറുമുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് ഇവർക്ക് എത്താം. പിന്നെ അവിടെ ഇവർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധനം ബേസ് വളരെ സ്ട്രോങ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എക്സാം നമ്മൾ നേരത്തെ CMA പറഞ്ഞ പോലെ തന്നെ JEE അഡ്വാൻസ്ഡിനും അല്പം കൂടി മുകളിലാണ്, ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു 10 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അത് അത്ര ഈസി ആയിട്ടുള്ളതല്ല. ഡെപ്തിൽ നമ്മൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. പഠിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സാർ, നമ്മൾ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ISAയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, CMAയെ കുറിച്ച് പഠിച്ചു. ഈ വർഷം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം നടത്തപ്പെടുന്നത്? ISA 2ൻ്റെയും ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. CMA മെയ് മാസം 11-നാണ് എക്സാം നടക്കുന്നത്. മെയ് 11 പറയുമ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അല്ലെ മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. അതായത് ഡേറ്റ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടങ്ങിയിട്ടില്ല. ഇല്ല, അത് ആ സമയത്തേക്ക് വരും. ഇനി ISA ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മെയ് 23 പറഞ്ഞിരിക്കുന്നത്. മെയ് 23. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ചിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ CMAയുടെയും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ 2ൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരും. ഏകദേശം ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ UG മാർച്ച് 31 അവസാനിക്കുന്ന രീതിയിലാവാം. സാധാരണ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് അവസാനിക്കും, ആ രീതിയിലാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുട്ടികളത് ശ്രദ്ധിച്ച് താല്പര്യമുള്ളവർ ചെയ്യുകയാണെങ്കിൽ ഈ 3 എക്സാമും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്യുന്നവരും മാത്സിനോട് കൂടുതൽ ഒരു താല്പര്യമുള്ള കുട്ടികളും മാത്സ് മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ 3 എക്സാമുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഐസറുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമായ IITയെ കുറിച്ചും അതുപോലെ തന്നെ നൈസറിലേക്കുള്ള നെസ്റ്റിനെ കുറിച്ചും IACSലേക്കുള്ള UPST എക്സാമിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ എപ്പിസോഡിൽ, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് CMAയെക്കുറിച്ചും ISIയെക്കുറിച്ചും അതുപോലെ തന്നെ UGEE എൻട്രൻസ് എക്സാമുകളെക്കുറിച്ചുമാണ്. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. ഇനി ഏത് എക്സാമിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക.
ഞങ്ങൾ ആ ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ജോബി സാർ, ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ കൂടുതൽ എൻട്രൻസ് എക്സാമുകളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന് പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു സീരീസ് വളരെയധികം സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.